പരാതി അല്ലെങ്കിൽ ഇത്തരത്തിൽ അവർ നടത്തിയ ഒരു പരാതി ഒരു അന്വേഷണത്തിൽ ഷിംജിത നേരത്തെയും പലരെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടി എന്നുള്ള ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പരാതി നൽകുന്നതെന്നാണ് ദീപകിന്റെ മാതാവ്. ബസ്സേ കയറുന്നു, മുന്നിൽ കൂടെ ചെറുപ്പക്കാരനും കയറുന്നു, അപ്പൊ അവള് നിന്ന് കൊടുക്കുന്നു, എന്നിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നു. അതാണ് നിങ്ങൾ പറഞ്ഞത്. കറക്റ്റ് ആണ്. ഇതേപോലെ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് പണി കാണിക്കുന്നത്. അതെങ്ങനെയാണ് ഞാൻ വീഡിയോ കാണിച്ചിട്ട് മനസ്സിലാക്കി തരാം. അല്ലെങ്കിൽ ആൾക്കാർക്ക് പിടി കിട്ടത്തില്ല. എല്ലാവരും പെണ്ണിനെ കുറ്റം പറയാം. അവനൊന്നും ചെയ്തിട്ടില്ല, അവനെന്തോ പാവം പിടിച്ചവൻ, ഇവള് കയറി അവൻ്റെ ചെയ്തുകൊണ്ട് മരിച്ചു, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അയാൾ അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെയാണ് അയാൾ മരിക്കുന്നത്. ഇവിടെ ഒരു വീഡിയോ ഒരാൾ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മസ്റ്റായിട്ടും കമന്റ് ചെയ്യണം. കാരണം ഈ പറയുന്ന ഷിംജിതയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ചെകുത്താൻ ഇറങ്ങിയിട്ടുണ്ട്. ഈ ചെകുത്താനെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു വിവരം കെട്ടവൻ. ഇവൻ മുമ്പും ഇതുപോലത്തെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇവൻ പറയുന്നത് ഷിംജിത ചെയ്തത് ശരിയാണ്, ഈ പറയുന്ന ദീപകിന്റെ കയ്യിലാണ് തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ നാറി ഇറങ്ങിയിട്ടുണ്ട്. അവനെ കുറിച്ച് പറയാം. അതിനു മുമ്പ് തന്നെ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതേ അവസ്ഥയാണ് ഇപ്പൊ ഷിംജിതയുടെ കാര്യം. പുള്ളിക്കാരിക്ക് ജയിൽ തടവുകാരുടെ കയ്യിൽ നിന്ന് അടി കിട്ടി എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പൊ പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് അവിടെ കിടന്ന് പുള്ളിക്കാരി സ്വപ്നം കാണുന്നു, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. എല്ലാത്തിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്തു വരാം. ആദ്യം തന്നെ ഈ ഷിംജിതയെ കുറിച്ച് ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പുറത്തു വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവള് ബ്ലാക്ക് മെയിലിംഗ് ചെയ്തിരുന്നോ ഈ പറയുന്ന ദീപകിനെ എന്നുള്ള ഒരു സംശയം കൃത്യമായിട്ടും പോലീസിനുണ്ട്. അത് കോടതിയെ ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് എന്തായാലും ഈ ഒരു സംഭവം വരും. കാരണം ദീപകിന്റെ ഫോണും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയുണ്ട്, അത് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. ഇത് ദീപകിനെ കൊടുക്കാനായിട്ട് ഇവൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഇല്ല എങ്കിൽ ഇവൾ ഈ പറയുന്ന ബസ് സ്റ്റാൻഡിൽ എന്തിനെത്തി എന്നുള്ള ഒരു ചോദ്യവും എല്ലാം വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ആ വാർത്ത ആദ്യം ഒന്ന് കേട്ടു നോക്കി. തീർച്ചയായിട്ടും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഫോൺ വിധേയമാകുന്നു. ഷിംജിയുടെ ഫോൺ നേരത്തെ തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദീപകിന്റെ ഫോൺ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഏതായാലും നേരത്തെ അതായത് ദീപകിന്റെ മാതാവ് നൽകുന്ന പരാതിയിലാണ് ഷിംജിതയ്ക്കെതിരെ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഷിംജിത ദീപകിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കണമെന്നാണ് അവർ പറയുന്നത്. സമാനമായ പരാതി അല്ലെങ്കിൽ ഇത്തരത്തിൽ അവർ നടത്തിയ ഒരു പരാതി ഒരു അന്വേഷണത്തിൽ ഷിംജിത നേരത്തെയും പലരെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടി എന്നുള്ള ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പരാതി നൽകുന്നതെന്നാണ് ദീപകിന്റെ മാതാവ് പറയുന്നത്. ഈ ഷിംജിതയ്ക്ക് ഇത് തന്നെയാണ് പരിപാടി. മുന്നേയും ഇതുപോലെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. അതിനെ തുടർന്നുള്ള കേസാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദീപകിനോട് മുമ്പ് ഇതുപോലെ എന്തെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കണം. അനാവശ്യമായ ഒരു വീഡിയോ എടുത്തിട്ട് ഒരു മനുഷ്യന്റെ ജീവൻ ഇല്ലാണ്ടാക്കിയ ഈ നെറുകെട്ടവളെ ഒരിക്കലും പുറത്തു വിടരുത്. ഇവർക്ക് തക്കതായ ശിക്ഷ തന്നെ മേടിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, തമിഴ് എന്ന് പറയുന്ന ശ്രീകണ്ഠൻ നായരുടെ ഒരു ഷോയ്ക്കകത്ത് കുറെ ഫെമിനിസ്റ്റുകളെ കൊണ്ടിരുത്തിക്കൊണ്ട് അവരുടെ കുറെ വർത്തമാനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ ഇതേപോലെ തന്നെ ആ എപ്പിസോഡിന്റെ രണ്ടാമത്തെ ഭാഗം ചെയ്ത സമയത്ത് അവിടെ ഇരുന്ന ഫെമിനിറ്റി പറയുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കിയ എന്റെ പൊന്നു പ്രേക്ഷകരെ. ഇതൊന്ന് കേട്ടേ നിങ്ങൾ. സൈക്കോളജിസ്റ്റ് ആണ്. എനിക്ക് ആ കുട്ടിയുടെ മൈക്രോ എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഫേസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വാണ്ടഡ്ലി എനിക്ക് കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞു, ഞാനിത് അവസാനിപ്പിക്കണം. ആ കണ്ണിൽ കാണാൻ, ആ തിളക്കം ആ കണ്ണിൽ കാണാൻ പറ്റും. കറക്റ്റ് ആണ്. പക്ഷെ എന്ത് കണ്ടന്റ് ആണ് കിട്ടിയത്? ആ കുട്ടിക്ക് വേണ്ട കണ്ടന്റ് അല്ല, എന്ത് കണ്ടന്റാ കിട്ടിയെന്ന് നാട്ടുകാരെല്ലാം അറിഞ്ഞതാണ്. നിങ്ങൾ മാത്രമേ ഇതുവരെ അറിയാഞ്ഞതായിട്ടുള്ളൂ? അതോ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിക്കുകയാണോ ഫെമിനിറ്റി? ആണോ? എന്താണ് ഇതിനേക്ക് എവിടുന്ന് കൊണ്ടിരുത്തിയതാന്ന് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ ആ ശ്രീലക്ഷ്മി അറക്കലായിരുന്നു. ഇപ്പൊ ഈ അടുത്തത് ഇതും ഈ ശ്രീലക്ഷ്മി അറക്കലും ഒക്കെ എന്തിനിറങ്ങി തിരിച്ചാന്ന് മനസ്സിലാവുന്നില്ല. ദീപക് മരിച്ചു പോയ സമയത്ത് പറയുകയാണ് അവൻ ചാവട്ടെ എന്ന രീതിയിലായിരുന്നു അവൾ പറഞ്ഞത്. അവൻ ചത്തത് നന്നായെന്ന് എന്ന രീതിയിൽ അവള് പറഞ്ഞത്. എന്തായാലും ബാക്കി കേട്ടു നോക്കൂ. അതുകൊണ്ട് മാത്രം ഞാൻ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ. പെൺകുട്ടി ബസ്സേ കയറുന്നു, മുന്നിൽ കൂടെ ചെറുപ്പക്കാരനും കയറുന്നു, അപ്പൊ അവള് നിന്ന് കൊടുക്കുന്നു, എന്നിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നു. അതാണ് നിങ്ങൾ പറഞ്ഞത്. കറക്റ്റ് ആണ്. ഇതേപോലെ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ബിഹേവിയറൽ സയൻസിൽ ഇതേപോലെ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ ഇത് സെക്കൻഡ് ഇയർ ആണ്. എനിക്ക് മനസ്സിലാക്കുന്നത് ഇതിന് മുമ്പുള്ള എന്തോ ഒരു സാധനം, അല്ല ഇന്റൻഷനലി ഒരു വീഡിയോ എടുക്കുന്നതും ആ വീഡിയോയിൽ അവരെന്തോ തെളിയിക്കാൻ സാധിക്കുന്നതും ആ തെളിയിക്കുന്ന സാധനം അവർക്ക് കിട്ടിയതിന്റെ സന്തോഷം എനിക്ക് തിരിച്ചു. ചേച്ചിയുടെ ഗവേഷണത്തിൽ കണ്ടത് അങ്ങനെയാണ്. പക്ഷെ ഈ നാട്ടിലുള്ള ഒരാൾക്ക് പോലും ഈ പറയുന്ന ദീപകിന്റെ പക്ഷത്ത് തെറ്റുള്ളതായിട്ട് തോന്നിയിട്ടില്ല. നിങ്ങളെ പോലെയുള്ള കുറെ ഫെമിനിസ്റ്റുകളും കുറെ ഊക്കാളന്മാർക്കും മാത്രമേ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ അവൾ അറിഞ്ഞുകൊണ്ട് അവനെ ട്രാപ്പിൽ വീഴ്ത്തിയതായിട്ടാണ് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എന്തുവായാലും പോലീസ് അന്വേഷിച്ച് അതിനൊരു കൃത്യത തരും. അപ്പൊ ഈ പറയുന്ന ഫെമിനിസ്റ്റുകളൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി കേട്ടോ. കൃത്യമായിട്ട് അന്നേരം ഇത് തന്നെ അങ്ങ് പറയണം.
പിന്നെ മുന്നേ എന്തോ സംഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത് വീഡിയോ എടുത്ത സമയത്ത് അവിടെ മുഖത്ത് അത് കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെ ഇവള് പറയുന്നുണ്ടല്ലോ. ഇവര് കുത്തിയിരുന്ന് മുമ്പേ എന്തോ സംഭവിച്ചെന്ന് പറയുന്ന ഈ ഷിംജിത പറഞ്ഞത് മുമ്പിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തു തന്നത്. ആ പെൺകുട്ടി വന്നിട്ട് ഇവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അത് ഇച്ചിരി വിറ്റാ കാര്യം. ഇതേ കണ്ടന്റ് തന്നെയല്ലേ പറഞ്ഞതല്ലേ കിട്ടിയത്? ഷിംജിതയ്ക്ക് കിട്ടിയ കണ്ടന്റ് ഇത് തന്നെയല്ലേ ഇപ്പം? ഷിംജിതയുടെ കാര്യം പറഞ്ഞത്. പക്ഷെ ഞാൻ ന്യായീകരിക്കുന്ന അവരുടെ ആക്ഷൻ, ഞാൻ ന്യായീകരിക്കുന്നത്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഷിംജിത ചെയ്ത തന്നെ കാര്യമാണെന്നേ പറഞ്ഞുള്ളൂ. ഒരു വ്യത്യാസം. 25 ബ്ലോഗേഴ്സിനെ എടുത്ത് നോക്കുമ്പോൾ അവളെ കൊല്ലണം, അവളെ അങ്ങനെ ചെയ്യണം, അവൾ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല. Who are you to say that? നിങ്ങൾക്ക് ആരാണെന്നൊക്കെ പറയാൻ പറ്റില്ല. തെറ്റ് ചെയ്തിട്ടുണ്ട് ശിക്ഷിക്കും. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെ തൂക്കിക്കൊന്നേനെ. അങ്ങനെയൊക്കെ ഉണ്ടാ ചേച്ചി? ഇതൊന്നും അറിയത്തില്ലേ? തെറ്റ് ചെയ്തിട്ടുണ്ട് ശിക്ഷിക്കപ്പെടണം. അത് പറയും, ജനങ്ങൾ പറയും, കോടതി പറയും, അതോടൊപ്പം തന്നെ പോലീസ് പറയും. എന്തേ നിങ്ങൾ നാളെ പോയി നിങ്ങളുടെ അമ്മയെ അടിക്കാന്ന് വിചാരിച്ചു? അതെങ്കിൽ നിങ്ങൾ അമ്മ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചു? നിങ്ങൾ എന്തോ പിന്നെ ലാലീരം പാടി ഉറക്കണോ? അല്ലല്ലോ. നിങ്ങൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടും എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവക്ക് കിട്ടണമെന്ന് നാട്ടിലുള്ള എല്ലാ ജനങ്ങളും പറഞ്ഞു. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പറഞ്ഞു. എന്താ തെറ്റ്? അവള് ചെയ്തതല്ലയോ? അവൾ ഒരു പാവം പിടിച്ച മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തതല്ലയോ? അപ്പൊ പിന്നെ അവളെ എന്താ പറയണ്ടേ? പിന്നെ പുന്നരിക്കണോ? നിങ്ങൾ കൊണ്ട് വീട്ടിൽ വളർത്ത്. അവളെ അവിടുന്ന് ജാമ്യത്തിന് വീട്ടിൽ കൊണ്ടുപോകും. വീട്ടിൽ കൊണ്ടുപോയിട്ട് അവളെ അവിടെ വീട്ടിലിട്ട് വളർത്തി നമുക്ക് പാലും തൈരും തേനും ഒക്കെ കൊടുത്തുകൊണ്ട് ഉണ്ടാക്ക്. എന്നിട്ട് നിങ്ങൾക്ക് കെട്ടിയവനും നിങ്ങൾക്ക് മക്കളും ഒക്കെ ഉണ്ടെങ്കിലേ നല്ലതാ. ഇങ്ങനെയുള്ളതിനെയൊക്കെ ഒരെണ്ണം വേണം നിങ്ങൾക്ക്. നിങ്ങൾക്ക് ആരാണ് റൈറ്റ് ഒരാളെ കൊല്ലാൻ വേണ്ടി തന്നേക്കുന്നത്? ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ, ഈ നിയമത്തിൽ വിശ്വസിക്കുന്ന ഒരു സ്പേസിൽ നിങ്ങൾക്കൊക്കെ ആരാണ് ഇത് പറയാനുള്ള റൈറ്റ് തന്നേക്കുന്നത്? ആരാണ് അവർക്ക് റൈറ്റ് കൊടുത്തത്? ഒരു മനുഷ്യനെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ വീഡിയോ എടുത്ത് പബ്ലിക്കിൽ ഇടാൻ വേണ്ടി അവർക്ക് ആരാണ് റൈറ്റ് കൊടുത്തത്? നിങ്ങൾ ഘോരം പ്രസംഗിക്കുന്നുണ്ടല്ലോ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ കിടന്ന് ചൂടാകുന്നത്? അവർക്ക് എന്തിന്റെ കേടായിരുന്നു? അതോടെ പറ മേഡം. കേട്ടോ? അവൻ ചത്തോണ്ട് നീയും ചാവും. അവള് ശരിയല്ല, അവളെ അങ്ങനെ ആരെങ്കിലും ഒക്കെ പറയുന്നതിന്റെ ഉത്തരവാദിത്വം മൊത്തം ആരെങ്കിലും അല്ല, ബ്ലോഗേഴ്സ് അതുപോലെ അല്ലല്ല ഷിംജിതയെ പോലെ ധാരാളം അതുപോലെ പുരുഷന്മാരും ഉണ്ടാവും. തന്നെ ഈ ദീപക്കിന് നീതി കിട്ടുന്നതിന് ഒരു പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കലായി മാറരുത്. സ്ത്രീകൾക്ക് പ്രതികരിക്കാൻ പറ്റാത്ത ഒരു രീതിയാണ് നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതൊക്കെ എവിടെ നിന്ന് വന്നതെന്നറിയത്തില്ല. എന്ത് ന്യായീകരണമായത് കൊണ്ടിട്ട് എഴുതുന്നതെന്നറിയാമോ? പ്രത്യേകിച്ച് പറയാറുണ്ടെങ്കിൽ ഈ ശ്രീകണ്ഠനാഥ് ഷോയിൽ ഇതുങ്ങളെ കൊണ്ട് ഇരുത്തിയത് തന്നെ തെറ്റാ. സത്യം എന്തുവാന്ന് പറയുന്നതെന്നറിയാമോ? ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ഒരു മനുഷ്യനെ കുറിച്ച് അപമാനം പറയുകയാണ്. ഇതെല്ലാം നിങ്ങൾ കേട്ടോണം. അപ്പുറത്ത് അവരുടെ അച്ഛനും അമ്മയും അത് കേട്ടോണ്ടിരിക്കുകയാണ്. അന്നേരമാണ് ഈ യന്ത്രവാൾമാർ ഇങ്ങനെ ഇരുന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തായാലും ഇവരുടെ വിധി 27-ാം തീയതി വരും. ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിധി. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കേ. അത് നിങ്ങളൊന്ന് കേൾക്കണം. എവിഡൻസ് സമർപ്പിക്കാനുണ്ട്. അതുകൊണ്ട് കേസ് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കണമെന്നാണ് പ്രതിഭാഗം പ്രധാനമായും ആവശ്യപ്പെട്ടത്. കോടതി പ്രതിഭാഗത്തിന്റെ വാദം അംഗീകരിച്ച് കേസ് ഉച്ചയ്ക്ക് ശേഷമാണ് പരിഗണിച്ചത്. കേസ് പരിഗണിക്കുമ്പോൾ തന്നെ പ്രതിഭാഗം ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് യുവതി, അതായത് ഷിംജിത ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ തനിക്കുണ്ടായ ദുരനുഭവം അത് കടുത്ത മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പ്രധാനമായും ഷിംജിതയുടെ അഭിഭാഷകൻ വാദിച്ചു. അത് തുടർന്ന് തനിക്ക് വലിയ തരത്തിലുള്ള മനോവേദനയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സമീപനം തന്റെ ഭാഗത്ത് ഉണ്ടായത് എന്നാണ് ഷിംജിതയുടെ വക്കീൽ ആവർത്തിച്ച് പറയുന്നത്. എന്നാൽ ഇതിനെ ശക്തമായി തന്നെ പ്രോസിക്യൂഷൻ എതിർക്കുകയാണ്. പ്രധാനമായും ഇതിലെ പോലീസ് റിപ്പോർട്ട് ഈ ഘട്ടത്തിൽ വന്നു. പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ്. അതായത് സോഷ്യൽ മീഡിയ വഴി പ്രതി ദുരിതവശമായി പകർത്തിയ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതല്ലാതെ ദീപക് മരിക്കാൻ മറ്റ് കാരണങ്ങൾ ഒന്നുമില്ല എന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് പോലീസ് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഈ സംഭവത്തിന് ശേഷം പ്രതിയായ ഷിംജിത അധികാര സ്ഥാനങ്ങളിൽ നിന്ന് ഒന്നും തന്നെയും തനിക്ക് നേരിട്ട ദുരനുഭവത്തെ പറ്റി പരാതി പറഞ്ഞിട്ടില്ല. പകരം വീഡിയോ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. ആയത് ദുരുദ്ദേശത്തോടെ തന്നെയാണ് എന്നാണ് വ്യക്തമാക്കുന്നത് എന്നാണ് പോലീസ്. ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് ചെയ്തതെന്നാണ് പോലീസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് മെഴുകുന്ന ഫെമിനിസ്റ്റ് ചേച്ചികളെ ഇനിയും കുടുങ്ങും. ഇനിയും കാരണം ദീപകിന്റെ ഫോണും അതോടൊപ്പം തന്നെ ഇവിടെ ഫോണും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അകത്ത് കാണാം ബ്ലാക്ക് മെയിലിങ്ങോ അങ്ങനെ വല്ലതും കിട്ടിയിട്ടുണ്ട്. ഇവക്കെതിരെ ജനങ്ങൾ പറഞ്ഞത് എന്താന്നുള്ളത് ജനങ്ങൾ തന്നെ പിന്നെയും പറയും. ചൂലെടുക്കും ജനങ്ങൾ, കല്ലെടുക്കും ജനങ്ങൾ. ഇവൾ അറിഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ കൊടുക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും, അവക്ക് നല്ലതുപോലെ കിട്ടും. ഇപ്പോഴെന്തായാലും ജയിലിൽ കിടക്കുമ്പോൾ തടവുകാരിൽ നിന്നും അടിയും മർദ്ദനും ഒക്കെ ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഷിംജിതയുടെ സഹോദരൻ പരാതിയുമായിട്ട് ചെന്നിട്ടുണ്ട്.
എന്തൊക്കെ പരാതിയാണ്, എന്തൊക്കെ പരാതിയും കൊണ്ട് പോയിട്ടും കാര്യമില്ല. ആദ്യം ദീപകിനെതിരെയായിരുന്നു പരാതി, ഇപ്പൊ വേണ്ട ഈ ഒരു പരാതിയുമായിട്ട് പോയിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്കുക, നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അല്ല പിന്നെ എന്താ പറയുക. എന്തായാലും ഇവൾക്കെതിരെ ഈ പറയുന്ന, ഇവള് പറഞ്ഞല്ലോ ഒരു മുമ്പിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ആ സ്ത്രീയോട് അപമര്യാദയായിട്ട് പെരുമാറുന്ന കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തതെന്നൊക്കെ പറയുന്നത്. ആ പെൺകുട്ടി ഒരു പരാതി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ മുഖം പുറത്തു വിട്ടു എന്നുള്ള രീതിയിലാണ് ആ കൊച്ച് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ പരാതി ഒന്ന് കേട്ടുപോയി. ഒരു യുവതിയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ നിന്നും തന്റെ ദൃശ്യങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ആ പരാതി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചതായി ദീപകിന്റെ സഹോദരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പക്ഷേ ഏത് തരത്തിലാണ് പരാതി എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരം പോലീസ് നൽകിയിട്ടില്ല. പരാതിയുടെ വിശദാംശങ്ങൾക്കായി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നും ദീപകിന്റെ സഹോദരൻ പറഞ്ഞു. അങ്ങനെ ഒരു കുട്ടി കംപ്ലൈന്റ് ചെയ്തെന്ന് പറഞ്ഞൊരു റെസിറ്റ് എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ആ റെസിറ്റായിട്ട് ഇങ്ങനെ ബന്ധം വെച്ച് ട്രാഫിക്കിൽ ഞാൻ ബന്ധം വെച്ചിനി. ഞാൻ ട്രാഫിക് പോലീസുകാരായിട്ടും ബന്ധം വെച്ച്. അപ്പോൾ ഇത് കണ്ണൂരാണെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണൂരായിട്ട് ഞാൻ കുറേ ദിവസങ്ങളായി ബന്ധം വെച്ച് കളിക്കുന്നത്. അങ്ങനെ ഇന്നലെയാണ് അത് കറക്റ്റ് സിറ്റിയിലാണ് ഉള്ളത്. പരാതിൻ്റെ കോപ്പിന്ന് SI ഞാൻ സംസാരിച്ച്. അപ്പോൾ SI പറഞ്ഞ് കമ്മീഷൻ പറയാതെ നമുക്ക് ഇത് തരാൻ പറ്റില്ല. അങ്ങനെ കമ്മീഷൻ ഓഫീസിലേക്ക് ഞാൻ വിളിച്ച് കമ്മീഷനായി സംസാരിച്ചപ്പോൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും നല്ല മറുപടി, നല്ല വൃത്തിയിലുള്ള മറുപടി തന്നിട്ടുള്ളൂ എനിക്ക്. അപ്പോൾ ഈ സംഗതി കമ്മീഷണർ പറഞ്ഞ് നിങ്ങൾ വിവരാവകാശ പ്രകാരം നമുക്ക് തന്നാൽ ഞങ്ങൾ കറക്റ്റ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇന്ന് വിവരാവകാശ പ്രകാരം ഞങ്ങൾ കറക്റ്റായിട്ട് അത് അയച്ചിരിക്കണം. ഈ കുട്ടി ആരാന്നുള്ളതെല്ലാം അന്വേഷിക്കണം. ഈ കുട്ടീനെ ഇങ്ങനെ പരാതി വന്നിക്കണോ ഇല്ല എന്നുള്ളതല്ലേ നമുക്ക് അറിയേണ്ടത്. ആ പരാതിയിൽ പറഞ്ഞത് SI പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ കുട്ടീൻ്റെ ഫോട്ടോസ് അതിൽ വന്നപ്പോൾ അത് എടുത്ത് കളയണമെന്ന് പറഞ്ഞിട്ടാണ് ഈ കുട്ടി പരാതി കൊടുത്തത്. ആദ്യം ഇട്ട വീഡിയോ ഫസ്റ്റ് ഇവിടെ വിട്ട വീഡിയോയിലുള്ള ഇതാണ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടി പരാതി വിട്ടത്. കണ്ടകശനി കൊണ്ടേ പോകുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇത് തന്നെയാണ് ഇപ്പം ഷിംജിതയുടെ അവസ്ഥ. അവൾക്ക് ഇതൊക്കെ കൊണ്ടേ പോകൂ. അവൾക്ക് കിട്ടേണ്ടതെല്ലാം കൃത്യമായിട്ടും കിട്ടും. അവളെടുത്ത വീഡിയോയ്ക്ക് അകത്ത് ഈ പറയുന്ന പെൺകുട്ടിയുടെ മുഖം പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ നീക്കം ചെയ്യണമെന്നാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ആ പെൺകുട്ടിയോടാണ് ദീപക് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെന്ന് ഈ നാറി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടി വന്ന് ദീപകിനെതിരെയല്ലേ പരാതി കൊടുക്കേണ്ടേ? നിനക്കെതിരെയാണോ? നിനക്കെതിരെ കൊടുത്തെങ്കിൽ നീ പറഞ്ഞത് തെറ്റായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്, അല്ലേ? ഓക്കെ, ഇനി ഈ പറയുന്ന ഈ ഷിംജിത എന്ന് പറയുന്ന ഈ നെറുകെട്ടുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ചാത്താൻ എന്ന് പറയുന്നവൻ ഇറങ്ങിയിട്ടുണ്ട്. ഇവൻ എന്തിന്റെ കേടാന്ന് മനസ്സിലാവുന്നില്ല. ഇവൻ മോഹൻലാലിനെയും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഒരു മാന്യമായിട്ട് ജീവിക്കുന്നവരെ എല്ലാം കരിവാരി തയ്ക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു പന്ന പുന്നാര മോനാണ്. ഇവന് ഇപ്പോൾ ആ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ്. അതൊന്ന് കേട്ടു നോക്കിയാൽ അവൻ പറയുന്ന പല ന്യായീകരണങ്ങൾ കേട്ടാണ്ടല്ലോ അവനെ മുഖത്തിട്ടണം കൊടുക്കാൻ തോന്നും. ഈ കഴിഞ്ഞ ദിവസത്തെ ആ ഇൻസിഡന്റ് ഉണ്ടല്ലോ, ബസ്സിൽ ഷിംജിത എന്ന് പറഞ്ഞ പെൺകുട്ടി ചെയ്ത വീഡിയോ ഒരു തെറ്റുമില്ല. ഇത് വളച്ചൊടിച്ച് പ്രശ്നമാക്കിയത് കുറച്ച് യൂട്യൂബേഴ്സാണ്. അതിനകത്തൊരെണ്ണം അശ്വിൻ മാടമ്പള്ളി എന്ന് പറഞ്ഞ സീക്രട്ട് ഏജന്റ്, ഇങ്ങനത്തെ ആൾക്കാരാണ്. അശ്വിൻ മാടമ്പള്ളി എന്ന് പറഞ്ഞ ആളുടെ വ്യൂസ് 7 മില്യൺ എന്തോ പോയിട്ടുണ്ട്. ഇങ്ങനെ ഈ പൊതുവികാരത്തിനനുസരിച്ച് വീഡിയോ ചെയ്ത് കൂടുതൽ ഈ രീതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു പരിപാടി ചെയ്തതല്ലാതെ എടാ, നീ അതൊക്കെ ചെയ്യുന്നത് നീ ചെയ്യുന്നതാ, അല്ലാതെ ആ ബ്ലോഗർമാർ ചെയ്തതൊന്നും തെറ്റൊന്നുമല്ല. അവർ കറക്റ്റായിട്ട് അത് വീക്ഷിച്ച് കറക്റ്റായിട്ട് പറഞ്ഞതാ. പോലീസുകാർ പോലും പറഞ്ഞു അതിൻ്റെ അകത്തൊരു തെറ്റുമില്ല എന്ന്. അതായത് അവിടെ ദീപകിന്റെ ഭാഗത്ത് തെറ്റില്ല, ഇവൾ അറിഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചിത്രീകരിച്ചതാണെന്ന് പോലീസ് പറയുന്നു. അവിടുത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്നും മറ്റു എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. അല്ലാതെ നീ വന്നിരുന്നിട്ട് ഇപ്പം അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, നിനക്കെതിരെ കേസ് ഇപ്പം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. കാരണം ദീപകിന്റെ വക്കീൽ ഇവനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇവനും പോയിട്ട് അവിടെ ഈ പറയുന്ന ഷിംജിതയുടെ കൂടെയുള്ള ആ ജയിലിലോട്ട് പോയി കിടക്കട്ടെ. രണ്ടുകൂടെ ചേരും. എന്തായാലും ഒരേ മെന്റാലിറ്റിയാ. അതുകൊണ്ട് തന്നെ പിന്നെ ഈ പോകുന്ന സമയത്ത് വേണമെങ്കിൽ ആ മറ്റേ ശ്രീലക്ഷ്മി അറക്കില അങ്ങനെയുള്ളവരെയും കൂടെ ഒക്കെ കൂട്ടിക്കൂ. നിങ്ങൾക്കെല്ലാം കൂടെ ചേരുന്ന ഒരു എന്താ പറയാ ഒരു ജയില് അങ്ങോട്ട് പറഞ്ഞു മേടിച്ചിട്ട് അവിടോട്ട് അങ്ങ് കിടക്കുക. അല്ല പിന്നെ എന്തോ പറയുക. യാഥാർത്ഥ്യം എന്താ വെച്ചാൽ അവന്റെ അനാലിസിസിൽ അവൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൻ തട്ടുന്നില്ല, ദൈവത്തിന്റെ കൈയാണ്, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. ഞാൻ നോക്കട്ടെ, അത് ഞാൻ കാണിച്ചു തരാൻ പറ്റിയാൽ. ആ വീഡിയോ കണ്ടാൽ നമ്മൾ തെറ്റിദ്ധരിക്കും. മനസ്സിലായ കാര്യം. അങ്ങനെ അവരെ ആ സ്ത്രീയെ ഇപ്പോൾ ആവശ്യമില്ലാതെ ഉപദ്രവിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ നമുക്ക് കാണാം. മറ്റേ വീഡിയോ എനിക്ക് തപ്പിയിട്ട് കിട്ടിയില്ല. ഈ പറയുന്ന പെൺകുട്ടി എന്താ പറയാ, തട്ടിയിട്ടില്ല എന്ന് പറയത്തില്ലേ. ഈ ദീപക് എന്ന് പറഞ്ഞ ആള് ഇതിനകത്ത് എക്സ്പെർട്ടാണ്. അയാൾക്ക് ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അയാളെ അയാളുടെ ഒരു ബാഗുണ്ട്. ഈ ഇവന്റെ എന്താ മറ്റേ സമാധിന്റെ ഒരു ബാഗുണ്ട്. ഈ ബാഗ് വെച്ചിട്ട് പുള്ളി ഒരു പണി കാണിക്കുന്നത്. അതെങ്ങനെയാണ് ഞാൻ വീഡിയോ കാണിച്ചിട്ട് മനസ്സിലാക്കി തരാം. അല്ലെങ്കിൽ ആൾക്കാർക്ക് പിടി കിട്ടത്തില്ല. എല്ലാവരും പെണ്ണെ കുറ്റം പറയാം. അവനൊന്നും ചെയ്തിട്ടില്ല, അവനെന്തോ പാവം പിടിച്ചവൻ, ഇവള് കയറി അവൻ്റെ ചെയ്തുകൊണ്ട് മരിച്ചു, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അയാൾ അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെയാണ് അയാൾ മരിക്കുന്നത്. ഇവിടെ വീഡിയോ ഒരാൾ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കേൾപ്പിക്കാം. മറ്റൊരു സ്ത്രീയുടെ അടുത്താണ് ഇരിക്കുന്നത്. അവിടെ അയാളുടെ ഇടത് കൈ പൊങ്ങുന്നുണ്ട്. ആ സ്ത്രീയുടെ കൈ കമ്പിയിലാണ് ഇരിക്കുന്നത്. കണ്ട, ആ ഒരു തെറ്റിദ്ധാരണയാണ് ഷിംജിത ഈ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം. പിന്നെ ഇവനങ്ങ് പറയുക അതാണ് കാരണമെന്ന്. അവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ബാഗ് എടുത്ത് ഇങ്ങനെ അതിലോട്ട് പിടിക്കുക, കമ്പിയിലോട്ട് പിടിക്കുന്നത് ചുമ്മാ അങ്ങ് പറഞ്ഞുണ്ടാക്കിയെടുക്കുക ഇവനൊക്കെ. രണ്ടാമത്
അത് ഷിംജിത നിൽക്കുമ്പോഴത്തേക്കും അയാളാണ് കൈ കൊണ്ട് മുട്ടുന്നത്, ചേർത്ത് പിടിക്കുന്നതും വീണ്ടും കൈ പിറകിലേക്ക് വരുന്നത്, അവൾ മാറിക്കൊടുക്കുന്നു. എന്ത് മുട്ടുന്നത്? ഇവൾ അങ്ങോട്ട് കയറി കൊടുക്കുമല്ലേ? ഇപ്പൊ നമ്മുടെ ദേഹത്തോട്ട് ഒരാൾ വന്ന് മുട്ടുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് മാറിപ്പോകുമ്പോൾ അങ്ങോട്ട് തള്ളി വിടുവോ? നമ്മൾ അങ്ങോട്ട് തള്ളി വിടും. അത് തന്നെയാണ് ഇവിടെ ആ പറയുന്ന ദീപക് ചെയ്തിട്ടുള്ളത്. ഇവളാണ് അങ്ങോട്ട് കൊണ്ടുവച്ച് മുട്ടിക്കുന്നത്. എന്നിട്ട് അവിടെ ഒരു മുഖത്തെ ഒരു പുഞ്ചിരി. ഇതൊന്നും നിന്റെ കണ്ണിൽ കാണത്തില്ല ഇവിടെ. ഞാനൊന്നും പറയുന്നില്ല. ഇതൊക്കെ ഉണ്ടാക്കി വിടുന്നവൻ ഏതവനാടാപ്പാ? നിന്റെയൊക്കെ കണ്ണിൽ എന്താ കുരുവാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾ മാറിക്കൊടുക്കുന്നു. വീണ്ടും ആ കൈ കൊണ്ട് അയാൾ വീണ്ടും ചേർത്ത് പിടിച്ചിട്ടാണ് ഇറങ്ങി പോകുന്നത്. കോടതി ഇത് വൈറലാവാൻ എടുത്ത വീഡിയോ അല്ല എന്ന് തെളിയിക്കുന്നു. കണ്ടോ, ഇത് കറക്റ്റാ പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് അയാളെ ബാഗ് ഇങ്ങനെ ഒരു ബാഗ് പിടിച്ചോണ്ട് നിൽക്കുക ബസ്സിൽ. ഇതിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്നത് ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ, അതുമല്ല പൊക്കി കഴിയുമ്പോൾ അവന്റെ കൈ ഇങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ പൊക്കത്തില്ല, നമ്മൾ ഇങ്ങനെ പൊക്കത്തുള്ളൂ. ഒരു തിരക്കുള്ള സ്ഥലത്ത് ഇങ്ങനെ കൈ പൊക്കി തൊട്ടപ്പുറത്തേക്കുന്ന പെണ്ണുങ്ങളുടെ മുലയിലോട്ട് കുത്തുന്നത് മനഃപൂർവ്വം മാത്രമേ പറ്റത്തുള്ളൂ, അല്ലാതെ പറ്റത്തില്ല. അയാൾ ബാഗ് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവര് എന്തി പറയണേ? ഒരു ബസ്സിന്റെ അകത്ത് ഇങ്ങനെയല്ലേ ബാഗ് പിടിച്ച് നിൽക്കുന്നേ? അവൻ ആ മറ്റേ കമ്പിയിലോട്ട് പിടിക്കാനല്ലേ പോകുന്നത്? ഇവനൊക്കെ വിവരമെന്ന് പറയുന്നൊന്നുമില്ല. ഇവന് എന്തെങ്കിലും ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോ വന്ന് ചാടുന്ന ഒരു നാറിയ ഇവനെതിരെ എന്തായാലും കേസ് കൊടുത്തത് നല്ല കാര്യം തന്നെയാണ്. ഓക്കെ, ബാക്കിയോടെ കേട്ടത്. അതും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ പുള്ളി പറയും, അയ്യോ അറിയാതെ തട്ടിയത് ബാഗ് ഒക്കെപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇതേ അനുഭവം ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യും, സ്ത്രീകളാരെങ്കിലും ഉണ്ടെങ്കിൽ. കാരണം ആ പെങ്കൊച്ച് നിരപരാധിയാണ്. എല്ലാവരും ഉടൻ തന്നെ എല്ലാവരും ഇവിടെ മുഴുവൻ മനുഷ്യരും പോലീസുകാരടക്കം പറയുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല, വീഡിയോ ഇടാൻ പാടില്ല, അത് പോലീസ് കംപ്ലൈന്റ് ചെയ്യേണ്ടതാണ്, അല്ലാതെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ളപ്പോൾ മരിച്ചല്ലേ, അതുകൊണ്ടല്ലേ മരിച്ചത്. അതെങ്ങനെ അറിയാൻ പറ്റും? ഇത് പോലീസ് ആൻസിപ്പേറ്റ് ചെയ്തിട്ടില്ല, ഇവിടെ കണ്ട മാധ്യമങ്ങൾ ആരും ഇത് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ അവമാനിക്കരുതെന്ന് പോലും ഒരിടത്തും മീഡിയയിലോ പോലീസോ കോടതി പോലും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ മാത്രം എങ്ങനെ അറിയുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, അവള് നിരപരാധിയാണെങ്കിൽ നീ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് വീട്ടിൽ അവിടെ കാണാൻ കയറ്റി നിർത്തും. ഞങ്ങൾക്കൊക്കെ അവള് തെറ്റുകാരിയായിട്ടാണ് തോന്നുന്നത്. അവൾ അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇനി നിനക്ക് അങ്ങനെ തോന്നുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നിനക്ക് അവള് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നീ പോയി പൂമാല ഇട്ട് അവളെ സ്വീകരിക്കും. എന്തായാലും ഞങ്ങൾക്ക് എന്തായാലും ദീപക് അവിടെ തെറ്റ് ചെയ്തതായിട്ട് കാണുന്നില്ല. പോലീസ് പോലും അങ്ങനെ പറയുന്നില്ല. ഇനി കോടതിയില്ല, ജാമ്യാപേക്ഷയ്ക്ക് 27-ാം തീയതി പരിഗണിക്കുമല്ലോ, അന്നേരവും നീ ഇത് തന്നെ പറയണം കേട്ടോടാ. ഒരു ഇതും ഇല്ലാതെ വന്നിരുന്ന് അങ്ങോട്ട് ഉണ്ടാക്കുക. എന്തായാലും നിനക്കെതിരെ ദീപകിന്റെ വക്കീല് ഒരു കേസ് അങ്ങോട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. അതും മേടിച്ച് നീ പോക്കറ്റ് കയറ്റി വെച്ചിട്ട് നീ ഒരിടത്തിരുന്ന് അങ്ങോട്ട് കൊണയടിക്കുക. എന്താ പറയണേ? ആ മരിച്ചുപോയ മനുഷ്യനെ കുറിച്ച് പിന്നെയും ഇവൻ ഉണ്ടാക്കി പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ബാഗ് എടുത്ത് അവിടെ മുട്ടിക്കാൻ ചെന്നു എന്ന്. ഇവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവൾ അങ്ങോട്ട് കയറി നിൽക്കുന്നതാണ്. അവൾ കയറി ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് അവൻ ഇങ്ങോട്ട് തട്ടി മാറ്റുന്നുണ്ട്. അതൊരു ജസ്റ്റ് സെക്കൻഡുകളിൽ നടക്കുന്നതാണ്. അവൾ സ്ലോ മോഷൻ ഇട്ട് കാണിക്കുമ്പോൾ അത് വേറൊരു രീതിയിലാണ് കാണുന്നത്. എടാ നീയൊക്കെ എവിടുന്ന് വരുന്നടാ? നീ പലരെ കുറിച്ചും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നീ പണ്ടും പറഞ്ഞു നടന്നവനാ. നീ ഇപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തായാലും നിനക്കെതിരെ കേസ് ഉണ്ട്. നിനക്ക് കിട്ടേണ്ടത് നീ മേടിച്ചെടുക്ക്. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്താണ് പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ മസ്റ്റാൻ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതിരിക്കും എല്ലാവർക്കും.